അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഹിജറ വർഷമായ മുഹറം മാസത്തിലെ ഹിജറ മാസങ്ങളിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹറം മാസത്തിൽ 9-10 ദിവസങ്ങൾ നമ്മിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് മുഹറം മാസത്തിലെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ മഹത്വം, പ്രത്യേകത എത്രത്തോളമാണ് എന്നതാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം മാസം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക് കലണ്ടറിൻ്റെ ആദ്യ മാസം കൂടിയാണ് മുഹറം മാസം. ഈ ദിവസത്തെ നോമ്പുകൾക്ക് വളരെ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ഇസ്ലാമിക കലണ്ടറായ ഹിജറയിലെ ആദ്യ മാസമാണ് മുഹറം മാസം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം മുഹറം മാസത്തിന് ഉണ്ട് എന്നും മനസ്സിലാക്കുക. 10ഓളം പ്രവാചകന്മാരെ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു ആദരിച്ച മാസം കൂടിയാണ് മുഹറം മാസം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ മാസത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. മുഹറം 9-10 ദിവസങ്ങളെ താസുആ, ആശൂറ എന്നാണ് വിളിക്കുന്നത്. മുഹറത്തിലെ വളരെ പവിത്രമായ ദിനങ്ങളാണ് താസുആ, ആശൂറായും. ഈ ദിനങ്ങളിലെ നോമ്പ് വളരെ പുണ്യമുള്ള കാര്യമായാണ് കണക്കാക്കുന്നത്. വളരെ മഹത്വമുള്ള പുണ്യമുള്ള നോമ്പാണ് ഈ ദിവസങ്ങളിലെ നോമ്പ്, പ്രത്യേകിച്ച് മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പ്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത്. ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന പുതുവർഷമാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. പലരും ജനുവരി മുതൽ നന്നാവാം, ജനുവരി മുതൽ ഇനി അങ്ങോട്ട് നല്ല വ്യക്തിയായി ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. നാം നോക്കേണ്ടത് മുഹറം മാസമാണ്. ഒരു ഇസ്ലാം മതവിശ്വാസി ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന മാസം മുഹറം മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ്യ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകി വരുന്നുണ്ട്. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പല നബിമാരുടെയും ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യഹ്കൂബ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ നബിമാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസം കൂടിയാണ് മുഹറം മാസത്തിലെ ഈ ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ച സമയമാണ് മുഹറം ആശൂറ, അതായത് മുഹറം 10ാമത്തെ ദിവസം. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിനെ 4ാം ആകാശത്തേക്ക് ഉയർത്തിയതും ഈ ദിവസമാണ്. 3ാമത്തെ സംഭവമായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരമിട്ടതും മുഹറം 10നാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സംഭവം, നമ്രൂദിൻ്റെ തീക്കൂടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മുഹറം ആശൂറാ ദിവസമാണ്. നൂഹ് നബിയെ കപ്പലിൽ കയറ്റി സമൂഹത്തിന് നൽകിയ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇതേ ദിവസത്തിലാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ ഖലീലുല്ലാഹി മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തതും മുഹറത്തിലാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ യഹ്കൂബ് നബിയുടെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തതും മഹാനായ സുലൈമാൻ നബിക്ക് അള്ളാഹു രാജാധികാരം നൽകിയതും മുഹറം 10നാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്തതും യൂനുസ് നബി മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഈ പുണ്യ ദിവസത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ സക്കരിയ നബി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സക്കരിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും യഹ്യ എന്ന കുഞ്ഞിനെ അള്ളാഹു നൽകുകയും ചെയ്തു. മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കിക്കൊടുത്തതും യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് മോചിതരാക്കിയതും ഫറോവ കടലിൽ മുങ്ങി മരിക്കുന്നതും മുഹറത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിനമാണ് മുഹറം 10 എന്ന ദിവസം. ഇങ്ങനെയുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം 10ലെ ദിവസം. മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുന്നു. മുഹറം 10 മാത്രമല്ല, 9 അസാധ്യമെങ്കിൽ 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് കൂടി കിതാബുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 10 മുഴുവൻ നോമ്പ് പുണ്യമുള്ള ദിനങ്ങളുമാണ്. ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ പുണ്യം ലഭിക്കുമെന്നും പല മുൻകാല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം മാസത്തിലേതാണ്. ആശൂറ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്കും വളരെയേറെ പ്രത്യേകതകളുണ്ട് എന്ന്
മനസ്സിലാക്കുക. അതുകൊണ്ട് മുഹറം മാസത്തിലെ മുഹറം 9, 10 ദിവസങ്ങൾ, മുഹറം മാസത്തിലെ ഈ ദിനങ്ങൾ, അതുപോലെ തന്നെ മുഹറം മാസത്തെയും നിങ്ങൾ അതിൻ്റെ പുണ്യവും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ എടുക്കണം. ആ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നോമ്പനുഷ്ഠിക്കുവാനും ഒക്കെ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുവാനും, പടച്ച റബ്ബിനോട് ഇരു കൈയും നീട്ടി ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ദുആ ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് അവസാനമായി ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.